പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം, വ്യക്തിപരമായി ഞാൻ ആ വേദഭാഗം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം ആത്മീക പ്രചോദനം ലഭിച്ച ഒരു വേദഭാഗമാണ്. ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്താണെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ ഈ തിരുവെഴുത്ത് നമ്മെ ശക്തീകരിക്കുന്ന വചനമാണെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ടായി. വ്യക്തിപരമായി ഒത്തിരി അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീർന്ന ഒരു വചനമാണ്. ഈ വാക്യം ഞാൻ എപ്പോൾ വായിക്കുമ്പോഴും ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര ശ്രേഷ്ഠനാണെന്ന് എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുടെ നടുവിൽ ഭാരപ്പെട്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിലവിളിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾക്ക് ധൈര്യം നൽകും, പ്രത്യാശ നൽകും, നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം നൽകും. ധൈര്യത്തോടെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഈ വേദഭാഗം നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രൈസ് ലോർഡ്. ആ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർ ഇത് കാണണമെന്ന് താല്പര്യമെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു വചനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. പ്രൈസ് ലോർഡ്. ഈ വേദഭാഗം നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് പറയുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒന്ന് സ്പർശിച്ചേച്ച് നമുക്ക് വേഗത്തിൽ ആ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് സംഭവിച്ച പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ 13-ാമത്തെ വാക്യത്തിൽ ഈ പ്രസ്താവന ചെയ്യുന്നത്. 10-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. മേഘത്തിന്റെ കീഴിലുള്ള അവരുടെ ജീവിതം. പ്രൈസ് ലോർഡ്. അവർ മേഘത്തിലും അതുപോലെ തന്നെ സമുദ്രത്തിലും സ്നാനമേറ്റത്, മോശയോട് ചേർന്നത്, ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചത്, ആത്മീക പാനീയം കുടിച്ചത്, അങ്ങനെ അവരുടെ ജീവിതത്തിൽ പുതിയ നിയമസഭയ്ക്ക് നിഴലായി നാം ഇന്ന് ഈ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നതിന് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പടികൾ എന്തൊക്കെയാണോ അതിന് തുല്യമായി, സാദൃശ്യമായി അവരുടെ ജീവിതാനുഭവത്തെ ചേർത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് അപ്പോസ്തലൻ ആ വേദഭാഗം പറയുകയാണ്. നാം ക്രിസ്തുവിനോട് ചേർന്നതുപോലെ അവരെല്ലാവരും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, അല്ലെ? അങ്ങനെ അവരുടെ ആത്മജീവിതത്തെക്കുറിച്ച് പറഞ്ഞ്, അവരനുഭവിച്ച ആത്മീക നന്മകളെ കുറിച്ച് തുടക്കം പറഞ്ഞ്, മേഘത്തിലും സമുദ്രത്തിലുമൊക്കെ സ്നാനമേറ്റ അനുഗ്രഹം പറഞ്ഞ്, മേഘത്തിന്റെ കീഴിലുള്ള അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം 40 വർഷത്തെ അവരുടെ യാത്ര, അവർക്ക് ലഭിക്കേണ്ടതെല്ലാം ദൈവം കൊടുത്ത്, സ്തോത്രം, ആ മരുഭൂമിയിൽ അവരെ നടത്തി. പക്ഷേ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിച്ച് പുതിയ നിയമ ഇസ്രായേലിന്
അല്ലെ ദൈവസഭയ്ക്ക് നിഴലായി അവരവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ കുറിച്ച് വളരെ ദുരന്തപൂർണമായ ഒരു ചരിത്രം അപ്പോസ്തലൻ പിന്നീട് പറയുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അല്ലെ, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം അവരിൽ പ്രസാദിച്ചില്ല. 5 പ്രധാനപ്പെട്ട പരാജയങ്ങൾ അവർക്ക് വന്നതായിട്ട് അവിടെ, അല്ലെ, ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഞാൻ വിശദീകരിക്കില്ല, നമുക്കെല്ലാം പരിചയമുള്ള വേദഭാഗമാണ്. നിങ്ങളതൊന്ന് വായിച്ചു മനസ്സിലാക്കുക. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, അവർക്ക് ദുർമോഹമുണ്ടായി. അല്ലെ, ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളിലും നന്മകളിലും ഒന്നും തൃപ്തി വരാതെ കൂടുതൽ അവർ ആഗ്രഹിച്ചു. കൂടുതൽ, അല്ലെ, ദുർമോഹത്തിൽ അവരായി തീർന്നു. അല്ലെ, അതിന്റെ ശിക്ഷ അവർക്ക് ലഭിച്ചു. 2, അല്പസമയം, അല്ലെ, മോശയെ കാണാതിരുന്നപ്പോൾ അവർ പറഞ്ഞു, മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അഹരോനോട് അവർ വാശി പിടിക്കുകയാണ്. അഹരോൻ അവർക്ക് വേണ്ടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലെ, അതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അവർ ആ കാളക്കുട്ടിയുടെ മുമ്പിൽ തുള്ളിച്ചാടുകയാണ്. അത് അവരുടെ ജീവിതത്തിലെ മറ്റൊരു പരാജയത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരസംഗം, അല്ലെ, ചെയ്യാൻ പാടില്ലാത്ത തിന്മകളിലൊക്കെ അവർ സഞ്ചരിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ കർത്താവിനെ പരീക്ഷിക്കുകയാണ്. അവർ വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അവർ പരീക്ഷിക്കുകയാണ്. സ്തോത്രം. 5-ാമതായിട്ട് പറയുന്നത് അവർ പെറുപെറുത്തു. ദൈവത്തിനെതിരെ പെറുപെറുക്കുകയാണ്, കർത്താവിനെതിരെ പെറുപെറുക്കുകയാണ്. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോസ്തലൻ നിരത്തി വെച്ചിട്ട് പറയുകയാണ്, ഇത് അവരുടെ ജീവിതത്തിൽ വന്നുപോയ ഏറ്റവും വലിയ പരാജയമാണ്. ശത്രു അവരെ പ്രലോഭിപ്പിച്ചു. ജീവിതത്തിലെ സാഹചര്യങ്ങൾ അവരിൽ പ്രലോഭനമുണ്ടാക്കി. അവർ തകർന്നു പോകുവാനിടയായി. അല്ലെ, അവരുടെ തീരുമാനങ്ങൾ തെറ്റുവാനിടയായി. അവർ ദൈവിക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ, അല്ലെ, വാഗ്ദത്തം വിശ്വസിച്ച് മോശയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് പുറപ്പെട്ടു വന്ന ജനം മരുഭൂമിയിൽ ഇതാ അവർ തകർന്നുപോയി, അവർ വീണുപോയി, അവർ നശിച്ചുപോയി. മരുഭൂമിയിൽ അവരെ ദൈവം തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അപ്പോസ്തലൻ 11-ാമത്തെ വാക്യത്തിൽ പറയുക, അത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പശ്ചാത്തലം പറയുക, ഇത് അവർക്ക് സംഭവിച്ചെങ്കിലും ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുകയാണ്. 12-ാം വാക്യം, ആകയാൽ നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇസ്രായേൽ മക്കൾ വീണുപോയി, അവർ പരാജയപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ പരാജയം വന്നു. കഷ്ടതകളുടെ നടുവിൽ, പരീക്ഷകളുടെ നടുവിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ തകർന്നു. മരുഭൂമിയിൽ അവർ പട്ടുപോയി. ഇത് വരച്ചു കാട്ടിയിട്ട് പറയുക, പുതിയ നിയമ ഇസ്രായേലായ, പുതിയ നിയമസഭയായ നമുക്ക് ദൃഷ്ടാന്തമായി ഇത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നമ്മൾ പറയുന്ന വചനം മനസ്സിലാക്കാൻ. ഇതൊന്ന് പറഞ്ഞിട്ടാണ് 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദഭാഗത്തിനകത്ത് ഇസ്രായേൽ മക്കളുടെ ആ പരാജയമൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമ ഇസ്രായേലായ ദൈവസഭയായ നമ്മോട് പറയുകയാണ്, നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് പറയുന്നത് ഏതാണ്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ്. 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങിയിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ആളുകളുടെ മനസ്സിൽ ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇതിരിക്കണം. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കാനുണ്ട്. 1-ാമത്തെ വിഷയം അവിടെ വായിക്കുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. 1-ാമത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത്, പരീക്ഷകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ്. എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും ഉള്ളതാണ്. സകല മനുഷ്യർക്കും ഉള്ളതാണ്. അത് രക്ഷിക്കപ്പെട്ടവർക്കായാലും
രക്ഷിക്കപ്പെടാത്തവർക്കാണെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആദ്യം തന്നെ ഒരു ദൂത് പറയാം. സ്തോത്രം. ഇത് എല്ലാവർക്കുമുള്ള കാര്യമാണ്. അവിടെ വാക്യം എങ്ങനെയാ വായിക്കുന്നത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമുക്ക് തോന്നും മറ്റാർക്കും ഇങ്ങനെ ഒരു പ്രശ്നമില്ല, എനിക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രതിസന്ധിയുള്ളൂ. പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പാസ്റ്ററെ, ഞാനിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഞാനിന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ആർക്കുമില്ലാത്ത പ്രശ്നമാണ്. എന്റെ അത്രയും പ്രശ്നം ആർക്കുമില്ല. അത്രമാത്രം പ്രശ്നത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, തലമുറയുടെ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, എത്രയോ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പല ആളുകളും പറയുക, പിശാച് ഞങ്ങൾക്ക് വിരോധമായി പോരാടിക്കൊണ്ടിരിക്കുന്നു, കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ ലോകത്തിൽ മറ്റാർക്കുമില്ല. നാം ഇത് പറയുമ്പോൾ, ആളുകൾ നമ്മളോട് വന്ന് വേദനയോട് ഈ കാര്യം പറയുമ്പോൾ എന്താണ് നമ്മൾ അവരോട് പറയേണ്ടത്? കാരണം അവർ വിചാരിക്കുന്നത് അവർക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. ഇന്ന് ഈ വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ അനുഭവിക്കുന്ന വേദന പോലെ ആർക്കുമില്ല, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത പോലെ ആർക്കുമില്ല. പക്ഷേ നിങ്ങളൊരു യാഥാർത്ഥ്യം അറിയണം, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്. ആർക്കും വരാത്തൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് മുന്നേ പലരും അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. അത് സ്വാഭാവികമാണ്. മനുഷ്യർക്കെല്ലാം അവരവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും വലുതാണ്, ഏറ്റവും പ്രശ്നമാണ്. എന്നാൽ നിങ്ങൾ അറിയണം, ദൈവം ഒരിക്കലും ആർക്കുമില്ലാത്തൊരു പ്രശ്നം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ എത്രയോ വലുത് മറ്റു പലരും അനുഭവിച്ചിട്ടുണ്ട്, മറ്റു പലരും കടന്നുപോയിട്ടുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കുമില്ലാത്തൊരു വേദന, ആർക്കുമില്ലാത്തൊരു കഷ്ടം, ആർക്കുമില്ലാത്തൊരു പ്രതിസന്ധി അല്ല ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. ഇത് പലർക്കുമുള്ളതാണ്, പലരും കടന്നുപോയിട്ടുള്ളതാണ്, പലരും അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യത്തിൽ ഉറപ്പാക്കണം, നിങ്ങളുടെ ദൈവം, ഞാനും നിങ്ങളും സേവിച്ചാരാധിക്കുന്ന ദൈവം ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ നൽകി നിന്നെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ആരും ഇതുവരെ കടന്നു പോകാത്ത പ്രതിസന്ധിയിലൂടെ നിന്നെ കടത്തിവിട്ട് പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. നീ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ മറ്റു പല മനുഷ്യർക്കും ഉണ്ടായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ അറിയണം, നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നമ്മെപ്പോലെ മറ്റു പലരും അനുഭവിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നാം അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് അനേകരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബ് അനുഭവിച്ച വേദന പോലെ അല്ലെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്? നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. അത്തരം കഷ്ടങ്ങളിലൂടെ നമ്മൾ ആരും പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ സുരക്ഷിതരാണ്, നമ്മൾ എത്രയോ സംരക്ഷിതരാണ്, നമ്മൾ എത്രയോ ശ്രേഷ്ഠമായിട്ട് നിലയിൽ പോവുകയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പകുതി ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്നവരോട് ആദ്യം ഞാൻ പറയുന്ന ദൂത്, നിങ്ങളിന്ന് എത്ര കഷ്ടത്തിലൂടെ, എത്ര പ്രശ്നത്തിലൂടെ പോകുന്നെങ്കിലും ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ആർക്കുമില്ലാത്ത കഷ്ടമല്ല ദൈവം നിനക്ക് തന്നത്, അല്ലെങ്കിൽ നീ ഇന്ന് കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് ആരും അനുഭവിക്കാത്തതല്ല, നിന്നേക്കാൾ മുന്നമേ, അല്ലെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുമ്പോൾ തന്നെ മറ്റു പലർക്കും പ്രതിസന്ധികൾ ഉണ്ട്. അതുകൊണ്ട് നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം അങ്ങനെ നിന്നെ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഇയ്യോബിന്റെ ജീവിതം ഞാൻ നിങ്ങളോട് പറയാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നാം അറിയേണ്ട ഒന്നാമത്തെ ദൂത്, ആർക്കുമില്ലാത്ത കഷ്ടം ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കുമില്ലാത്ത പരീക്ഷ ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, പരീക്ഷ നിങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും തന്നിട്ടുണ്ട്. ആ പരീക്ഷ ദൈവം അനുവദിക്കുന്നത്, സാത്താനായിരിക്കാം പരീക്ഷിക്കുന്നത്, സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ ഈ പരീക്ഷകളും ഈ പ്രതിസന്ധികളുമൊക്കെ നമ്മെ പ്രലോഭനത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാവരും ഒന്ന് ഗൗരവമായിട്ട് അറിയണം. നമ്മളെ ആണെങ്കിലും കൊള്ളാം, മറ്റുള്ളവരെ ആണെങ്കിലും കൊള്ളാം, ആരെയാണെങ്കിലും പരീക്ഷകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് പ്രലോഭനത്തിലേക്ക് പോകാം. ഇവിടെ ശരിക്കും പരീക്ഷ എന്ന പദത്തിന് ടെംപ്റ്റേഷൻ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
പ്രലോഭനം എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്ഥാൽ നാം പാപം ചെയ്യാനുള്ള പ്രേരണയിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് പോകാനുള്ള സാധ്യതയിലേക്ക്, പല പ്രതിസന്ധിയിലേക്ക് ഈ കഷ്ടങ്ങൾ കൊണ്ടുപോകുവാനുള്ള സാധ്യതയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. പക്ഷെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കാറുണ്ട്, പ്രതിസന്ധി അനുവദിക്കാറുണ്ട്, പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുവാൻ ദൈവം അനുവാദം കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാ ദൈവമക്കളും അറിയണം. ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചെങ്കടലിന്റെ മുമ്പിലൂടെ പോകുവാൻ ദൈവമാണ് അവരെ അനുവദിച്ചത്. പക്ഷേ ആ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിനെതിരെ അവര് സംസാരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ദൈവം ആഗ്രഹിച്ചത് ആ വിശ്വാസത്താൽ ആ ചെങ്കടൽ കടന്ന് അക്കരെ പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. മാറയിലെത്തി. മാറയുടെ സാഹചര്യം ജീവിതത്തിൽ അനുവദിച്ചു. ആ മാറയിലെത്തിയപ്പോ അവർ ദൈവത്തോട് പിറുപിറുക്കണമെന്നോ ദൈവത്തെ കുറ്റം പറയണമെന്നോ വിശ്വാസത്തിൽ നിന്ന് പോകണമെന്നോ അല്ല ദൈവം ആഗ്രഹിച്ചത്. ആ അനുഭവത്തിലൂടെ പോയപ്പോഴും അവർ ദൈവത്തിൽ ആശ്രയിക്കണമെന്നും ദൈവത്തിൽ ആശ്രയിച്ച് മാറയെ മധുരമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ ജനം നേരെ തെറ്റായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അവർ തീരുമാനമെടുക്കുകയാണ്, അവർ പ്രലോഭിപ്പിക്കപ്പെടുകയാണ്, ദൈവത്തിനെതിരെ സംസാരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി വന്നപ്പോഴും ദൈവം ആഗ്രഹിച്ചത് ഒരിക്കലും അവർ പിന്മാറിപ്പോകണമെന്നല്ല. ആ പ്രശ്നങ്ങളുടെ നടുവിൽ, ആ പ്രതിസന്ധികളുടെ നടുവിൽ ശത്രുവിന്റെ മുമ്പാകെ മേശയൊരുക്കുന്ന സർവശക്തനായ ദൈവത്തിൽ അവർ വിശ്വസിക്കണമെന്നും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നും ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവർ കാണണമെന്നുമാണ് ദൈവം ആഗ്രഹിച്ചത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ പരീക്ഷ അനുവദിക്കുമ്പോൾ സാത്താൻ വന്ന് ഈ പ്രലോഭനത്തിന് അനുവാദം ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയണം, ദൈവം അനുവദിച്ചിട്ടാണ് സാത്താൻ അവിടെ വന്നത്. ദൈവം ഇയ്യോബിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ഇയ്യോബ് സ്ഥിരതയോടെ നിൽക്കണം. ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടെങ്കിലും ഇയ്യോബ് അതിൽ സ്ഥിരതയോടെ നിൽക്കുവാനിടയായി. പക്ഷേ സാത്താന്റെ തന്ത്രം എന്താണ്? ഇവന്റെ ജീവിതത്തിൽ കുറെ കഷ്ടത വരുത്തിയാൽ, അനർത്ഥങ്ങൾ സംഭവിച്ചാൽ, പ്രതിസന്ധികൾ വരുത്തിയാൽ ഇവൻ ദൈവത്തെ തള്ളിപ്പറയും. ദൈവത്തോട് തന്നെ സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചുമ്മാതല്ല ഇയ്യോബ് നീതിമാനായിരിക്കുന്നത്, നീ അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ്. ആ വേലി നീ ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. അപ്പോ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്, പരീക്ഷകൾ, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക തകർച്ച, രോഗം, പ്രതികൂലങ്ങൾ ഇതെല്ലാം നാം അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ ഒരുപക്ഷെ ദൈവം അനുവദിച്ചേക്കാം. പക്ഷേ ഈ അനുവദിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നാം വീണു പോകരുത്. അവന്റെ തന്ത്രങ്ങളിൽ നാം വീണു പോകാതെ ദൈവം നമ്മെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് വരെ, ആ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടുന്നത് വരെ, ആ പ്രതിസന്ധികൾക്ക് നമ്മുടെ കർത്താവ് പരിഹാരം നൽകുന്നത് വരെ വിശ്വസ്തയോടെ കഷ്ടത സഹിക്കുവാൻ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ മറുവശത്ത് പിശാച് ആഗ്രഹിക്കുന്നത് നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കണം, വിശ്വാസം തള്ളിക്കളയണം. അതിനവൻ നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഭയപ്പെട്ടു. നാം ഇങ്ങനെയാ വായിക്കുന്നത്, സാത്താൻ നിങ്ങളെ പരീക്ഷിച്ചോ? ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ സാത്താൻ ഓടി വരും. അവൻ വരും. അപ്പോഴവൻ പ്രലോഭനത്തിനായിട്ട് വരുന്നത്, അപ്പോഴാണ് അവൻ തടസ്സമുണ്ടാക്കാൻ വരുന്നത്, അപ്പോഴാണ് അവൻ പുതിയ പുതിയ ഐഡിയകൾ പറയാൻ വരുന്നത്, അവൻ തന്ത്രം പ്രയോഗിക്കുന്നത് അപ്പോഴാണ്. ആ സമയത്താണ് അവന്റെ പ്രലോഭനം. ദൈവം ആഗ്രഹിക്കുന്നത് ആ കഷ്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പിശാചിന്റെ പ്രലോഭനങ്ങളുടെ നടുവിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചതുപോലെ അവന്റെ തന്ത്രങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊണ്ട്, സർവായുധവർഗം ധരിച്ചുകൊണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് പോരാടണമെന്നും അവന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് വീഴാതെ കൃപയിൽ, വിശ്വാസത്തിൽ നാം നിലനിൽക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ കഷ്ടത വരുന്നതല്ല പ്രശ്നം. ആ കഷ്ടതയുടെ നടുവിൽ ശത്രുവായ സാത്താൻ ഒരുക്കുന്ന പ്രലോഭനത്തിന് നടുവിൽ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്തോത്രം. പിശാച് എപ്പോഴും കടന്നു വരുന്നത് നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ്. യേശുവിന് വിശന്നു, ഉപവസിച്ചു കഴിഞ്ഞു,
40 ദിവസത്തെ ഉപവാസം. വിശന്ന് കഴിഞ്ഞപ്പോഴാണ് പരീക്ഷകൻ അടുത്ത് വന്ന് പറയുന്നത്, നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പ്രശ്നമുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഈ ലോകത്തുള്ള സകല മനുഷ്യനും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ ദൈവജനത്തോടായി ദൈവത്തിന് പറയാനുള്ളത്, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ശത്രുവിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് നീ തകർന്നു പോകരുത്. അവന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് നീ പാപം ചെയ്യരുത്. അവന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് നീ വിശ്വാസം വിട്ടുപോകരുത്. കൃപയിൽ ഉറച്ചു നിൽക്കണം. ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി. നിനക്ക് മാത്രമല്ല പ്രശ്നം, നിന്നേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉള്ള അനേകരുണ്ട്. സ്തോത്രം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്, പ്രതിസന്ധി തന്നെയാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ ഒറ്റ നിമിഷം ചിന്തിക്കണം, ഇതിലും വലിയ പ്രതിസന്ധിയിലൂടെ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഇയ്യോബ് കടന്നുപോയി, അല്ലെ? നമ്മുടെ കർത്താവ് കടന്നുപോയി, അനേകർ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിലും ഇതിന്റെ പിന്നിൽ ഇത് അനുവദിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. സാത്താനൊരു പദ്ധതിയുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയിപ്പിക്കണം, വിശ്വാസം ഉപേക്ഷിപ്പിക്കണം. അതിനവനാലാവോളം ചെയ്യും. പക്ഷേ അതിന് നടുവിൽ ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതിന് ഈ വസ്തുത അവൻ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എനിക്ക് മാത്രമല്ല. അവൻ എല്ലാവർക്കും പോരാട്ടമുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും കഷ്ടതകളുണ്ട്, എല്ലാവർക്കും പ്രലോഭനമുണ്ട്. എന്റെ ഒന്നാമത്തെ വിഷയം ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. പ്രശ്നം നമുക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ രണ്ടാമത്തെ വിഷയം സംസാരിക്കാൻ പോവുകയാണ്. അവിടെ പറയുന്നു, ദൈവം വിശ്വസ്തൻ. ഇതാ നമ്മുടെ രണ്ടാമത്തെ വിഷയം. പ്രശ്നം എല്ലാവർക്കുമുണ്ട്, നമുക്കും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ദൈവത്തിന് പറയാനൊരു കാര്യമുണ്ട്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്കൊത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ കാര്യം മനസ്സിൽ വെച്ചോണം, ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിച്ചാരാധിക്കുന്നത്. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ അവിശ്വസ്തരായി തീരാറുണ്ട്, കുറവുള്ളവരായി തീരാറുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. അതാണ് തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്. എന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കുറവുകളൊക്കെ വരാറുണ്ട്. പ്രാർത്ഥിക്കാൻ മറന്നു പോകാറുണ്ട്, ആരാധിക്കുന്നതിന് പരാജയം വരാറുണ്ട്. പരാജയം വരാൻ പാടില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ ക്ഷീണിക്കാറുണ്ട്, അല്ലേ? ക്ഷീണിച്ചു കഴിഞ്ഞാൽ, നിരാശ വന്നാൽ ആരും സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയവനായ ഏലിയാവ്. പക്ഷെ ഇസബേലിന്റെ ഒറ്റ വെല്ലുവിളിയുടെ നടുവിൽ, അല്ലെ, എല്ലാം ഉപേക്ഷിച്ച് മരിക്കാൻ ആഗ്രഹിച്ച ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്നവന്റെ ഒരു ചിത്രം എത്ര ദയനീയമായ ചിത്രമാണ്. ദൈവം വിശ്വസ്തനാണെന്നതിന്റെ തെളിവാണ്, ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് മരിക്കാൻ കിടന്ന ഏലിയാവിനെ മരിക്കാൻ കർത്താവ് വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ചെന്ന്, അല്ലെ, അവന് ഭക്ഷണം കൊടുത്ത്, കനലിൽ ചുട്ട അപ്പവും തുരുത്തിലെ വെള്ളവും കൊടുത്ത് തൃപ്തി പ്രാപിച്ചെഴുന്നേക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായി തീർന്നാല്, ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ പല കാര്യങ്ങളിലും അവിശ്വസ്തരായി തീരാറുണ്ട്, കുറവുള്ളവരായി തീരാറുണ്ട്, അല്ലെ? പ്രാർത്ഥനാ ജീവിതത്തിൽ പരാജയം വരാറുണ്ട്, അല്ലെ? ദൈവസന്നിധിയിലുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ വചനം പറയുക, ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പകലും
ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്ന ഈ സമയം എപ്പോഴും ഏത് സമയമാകട്ടെ, ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്, നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുന്നത് നമ്മുടെ വിശ്വസ്തത കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, അല്ലെ, നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല. വിശ്വസ്തനായ ഒരു ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടും അവൻ വിശ്വസ്തയോടെ നമ്മെ പരിപാലിച്ചത് കൊണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവൻ കൃപ നൽകിയത് കൊണ്ട്, നാം പലപ്പോഴും അല്ലെ ദൈവത്തെ മറന്ന് ജീവിച്ചിട്ട് അവൻ വിട്ടുകളയാതെ ഉപേക്ഷിച്ചു കളയാതെ നമ്മളെ തട്ടി ഉണർത്തി അവൻ ഇന്നും ജീവനോടെ നമ്മെ നിലനിർത്തിയിരിക്കുന്ന, കൈപിടിച്ചുയർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ നിങ്ങൾ സ്തോത്രം ചെയ്യണം. ഞാൻ ഇന്ന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ വിശ്വസ്തനായി പാർക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് വചനം പറയുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. മൂന്നാമത്തെ കാര്യം, രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്ന്, എല്ലാ മനുഷ്യനും കഷ്ടതയുണ്ട്. നമുക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളുണ്ട്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും ദൈവം നമുക്ക് തന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ അനുവദിച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് നമ്മെ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ്. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വിശ്വസ്തത തെളിയിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ആ മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: ദൈവം പരീക്ഷകൾക്ക് അതിരുകൾ വെക്കുന്ന ദൈവമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് നേരിടുവാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അവിടെ പറയുകയാണ്, ദൈവം പരീക്ഷ അനുവദിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ, നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ വരുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അളവ് നമ്മുടെ കർത്താവിനറിയാം. എത്രമാത്രം നമ്മൾ സഹിക്കും, എത്ര അവൻ നിലനിൽക്കും, എത്ര അളവ് വരെ നമുക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സ്തോത്രം. ഓരോരുത്തർക്കും അത് വ്യത്യാസമാണ്. ഇത് നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് കർത്താവ് അതിര് വെക്കും. ഇത്രയും മതി, എന്റെ ദാസന് ഇത്രയേ പറ്റുകയുള്ളൂ, എന്റെ ദാസിക്ക് ഇതിനപ്പുറം താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഇതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ദൈവം അതിര് വെക്കുകയാണ്. അതിര് വെക്കുന്ന ദൈവമാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. അല്ലെ, വചനം പറയുന്നത് പോലെ കടലിന് ദൈവം കടൽ തിരമാലയ്ക്ക് മണൽ കൊണ്ട് അതിരിട്ടവനാണ് നമ്മുടെ ദൈവം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ ഉറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കടലിന് ദൈവം മണൽ വെച്ച് അതിരിട്ടിരിക്കുന്നു. നിത്യപ്രമാണം. ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. അത് കടന്ന് ഇപ്പുറത്ത് വരണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് വിരോധമായി തിരമാല പോലെ അടിച്ചു വരുന്ന പ്രതികൂലങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതിപ്പോൾ തന്നെ എന്നെ വിഴുങ്ങിക്കളയും, ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തെ തകർത്ത് കളയും. പക്ഷേ ദൈവത്തിനറിയാം എത്രമാത്രം നിനക്ക് പരിധിയുണ്ട്, എത്രമാത്രം നിനക്ക് കഴിവുണ്ട്, എത്രമാത്രം വിശ്വാസമുണ്ട്. സഹിക്കാനുള്ള നിന്റെ അളവിന്റെ പരിധി അറിയുന്ന ദൈവം. അതിനപ്പുറം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രതികൂലത്തിന് ദൈവം മതിലിടുകയാണ്. കടൽ തിരമാലയ്ക്ക് മണൽ കൊണ്ട് അതിലിടുന്ന ദൈവം. നിന്റെ ജീവിതത്തിന് വിരോധമായി അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, ജീവിതത്തിന് വിരോധമായി വരുന്ന പ്രതിസന്ധികളോടൊക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഇത്രമാത്രം പോകാം, അതിനപ്പുറത്ത് പോകരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വന്ന തിരമാല അവൻ വരണ്ടതുപോലെ വന്നിരുന്നെങ്കിൽ നമ്മിൽ പലരും ബാക്കി കാണില്ല. പക്ഷേ ദൈവം തമ്പുരാൻ അതിനെല്ലാം അതിരുവെച്ചത് കൊണ്ടാണ് ജീവിതത്തിൽ ഉണ്ടായ സകല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൊടുങ്കാറ്റ് പോലെ തിരമാല പോലെ അടിച്ചു വന്ന പലതിനും അതിരുവെച്ച ദൈവകൃപയ്ക്കായിട്ട് ഇന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ അതിരിട്ടത് കൊണ്ടാണ്, അടങ്ങാൻ ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ്, അനങ്ങരുതെന്ന് ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് യോബിനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞു. സാത്താന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ദൈവം പെർമിഷൻ കൊടുത്തു. പോകാൻ നേരത്തെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതെല്ലാം നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കൈവെക്കരുത് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാണനെ തൊടാനുള്ള അനുവാദം ഞാൻ നിനക്ക് തരില്ല. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, പിശാച് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നെങ്കിൽ, അവൻ പെരുമാറുന്നെങ്കിൽ അതിനെല്ലാം സർവശക്തനായ ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനപ്പുറത്തേക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല, അതിനപ്പുറത്തേക്ക് കടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം പറ്റില്ല. പല ആളുകളും ഈ വചനം പറയുമ്പോൾ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ പല ആളുകളും ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറയാം. പാസ്റ്ററെ, ഞാൻ സഹിച്ചു മടുത്തിരിക്കുന്നു, എന്നെ കൊണ്ട് ഇനി സഹിക്കാൻ പറ്റില്ല, ഞാനായിട്ടാണ് ഇതുവരെ നിന്നത്, ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും പറ്റില്ല, ഒരു ഇഞ്ച് പോലും സഹിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തിന് നല്ല പോലെ അറിയാം. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അളവിനപ്പുറം ദൈവം ഇതുവരെ തന്നിട്ടില്ല. ഇന്ന് വരെ സഹിച്ചില്ലേ, ഇന്ന് വരെ നിന്നില്ലേ, അത് ദൈവത്തിനറിയാം നീ നിൽക്കുമെന്ന്. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനറിയാം. അല്ലെ, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. അല്ലെ, ആരെക്കുറിച്ചാ? പത്രോസിനെ കുറിച്ച്. വന്നു പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കില്ല. കാര്യമെന്താ? നിന്നെ പാറ്റിയാൽ നിന്റെ വിശ്വാസം പോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അനുവദിച്ചില്ല. ഞാൻ ദൈവത്തോട് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും അളവ് ദൈവത്തിനറിയാം. ഓരോരുത്തരുടെയും അഭിഷേകത്തിന്റെ അളവ് ദൈവത്തിനറിയാം. ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അളവ് ദൈവത്തിനറിയാം. ഓരോരുത്തരുടെയും സഹനത്തിന്റെ ശക്തി, അതിന്റെ പരിമിതി അറിയാവുന്ന ദൈവമാ. ആ ദൈവം അതിനപ്പുറത്തേക്ക് മറികടക്കാൻ അനുവദിക്കത്തില്ല. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രശ്നങ്ങൾ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും നിന്നെ ഓവർകം ചെയ്യാൻ, നിന്നെ മൂടിക്കളയാൻ അനുവദിക്കത്തില്ല കേട്ടോ. ഇതിന്റെ എല്ലാ പരിധി ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അതിരുവെക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് പോകാതെ വണ്ണം അതിനാതിരിടുന്നവനാണ് എൻ്റെ ദൈവം. മനുഷ്യരൊക്കെ നിങ്ങൾക്ക് വിരോധമായി വരട്ടെ, ഇപ്പൊ കൊല്ലുമെന്നും തിന്നുമെന്നും തകർക്കുമെന്നും പറഞ്ഞൊക്കെ വരട്ടെ, പക്ഷേ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം, ലാബാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് യാക്കോബിനെ ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ, അല്ലേ, അവന്റെ ഗ്രഹബിംബം മോഷ്ടിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. റാഹേൽ എടുത്തതൊന്നും യാക്കോബ് അറിഞ്ഞില്ല. വരുന്ന വഴിയിൽ സർവശക്തനായ ദൈവം ലാബാനെ എതിരിടുകയാണ്. അവനോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ ദാസന്റെ മേൽ കൈവെക്കാൻ പാടില്ല, ദോഷമായതൊന്നും ചെയ്യരുത്. ലാബാൻ പിന്നീട് വീട്ടിൽ വന്ന് യാക്കോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബെ, ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ ലാബാൻ ഇങ്ങനെ യാക്കോബിനോട് പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളോട് ദോഷം ചെയ്യാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ദൈവം കൽപ്പിക്കുകയാ, എൻ്റെ ദാസനായ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന് നല്ല ശക്തിയൊക്കെ കാണും, പക്ഷേ അവന് ശക്തിയുള്ളതിന്റെ പേരിൽ നിന്നെ തകർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ അനുവാദം വേണം. ദൈവം പ്രതികൂലത്തിന് അതിരിടുന്നവനാ. ഇന്ന് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ നാളിതുവരെയായി നിങ്ങൾക്ക് വിരോധമായി ഉയർന്നു വന്ന പ്രതികൂലങ്ങൾക്ക് ദൈവം അതിരിടുന്നവനാ. നിങ്ങൾ ഭയപ്പെടണ്ട. ദൈവം അതിനൊരു അതിര് കൽപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വരില്ല. ഇന്നലെ വരെ നീ ഭയപ്പെട്ടതിനൊക്കെ ദൈവം അതിരിട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ദൈവം പ്രതികൂലങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ കവിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം പ്രതികൂലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതിരിടുന്നവനാ. ആർക്കു വേണ്ടി അതിരിടുന്നത്? നിങ്ങളൊരു ദൈവപൈതലാണെങ്കിൽ, ദൈവത്തെ സേവിച്ചാരാധിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കാതെ വണ്ണം അവൻ അതിരിടുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങൾ
സേവിച്ചാരാധിക്കുന്നത്. കാരണം എൻ്റെ ദൈവത്തിനറിയാം, അല്ലെ, ഒരു പരിധിക്കപ്പുറം നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്ന്. നിന്റെ ആ കഴിവിനപ്പുറത്തേക്ക് ഒന്നും വരാൻ സമ്മതിക്കത്തില്ല. വചനം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ. എന്താണ്? നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, പരീക്ഷ എന്ന് പറയുന്നത് കോമൺ ആണ്, എല്ലാവർക്കും ഉള്ളതാണ്, സകല മനുഷ്യർക്കും ഉള്ളതാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ദൈവം വിശ്വസ്തനാണ്, അവിടുത്തെ വിശ്വസ്തത നിന്നെ നിലനിർത്തും. മൂന്നാമത്തെ കാര്യം, പ്രതികൂലങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ എൻ്റെ കർത്താവ് ഒരു അതിര് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വരില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും എൻ്റെ കർത്താവ് അറിയാതെ ആ അതിര് മുറിച്ചു കടക്കുവാൻ അതിന് പറ്റില്ല. നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കും. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവം പരീക്ഷകൾക്ക് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകൾക്ക് പോക്കുവഴി ഉണ്ടാക്കും. അതിര് വെക്കുമെന്ന് മാത്രമല്ല, പിശാചിനോട് ഇവിടെ വരെ വരാമെന്ന് മാത്രം പറയുന്നുള്ളതല്ല, അവന്റെ മുമ്പിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക്, നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക്, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരമുണ്ടാകും. പ്രശ്നങ്ങളുടെ നടുവിൽ, കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം പറയുക, ഞാൻ അതിന് പരിഹാരമുണ്ടാക്കും. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, പരീക്ഷകൾക്ക് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രതിസന്ധിയിലൂടെയും പ്രശ്നത്തിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ മുമ്പിൽ അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല. നാം നിന്നാൽ, ധൈര്യത്തോടെ നിന്നാൽ, ശത്രുവിന്റെ മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കാൻ തയ്യാറായാൽ അതിൻ്റെ ഉള്ള പരിഹാരം ആ സമയത്ത് ദൈവം ചെയ്യുവാനിടയായിത്തീരും. സ്തോത്രം. നമ്മൾ വചനം വായിക്കുന്നത് പോലെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 124 സങ്കീർത്തനം 7 വാക്യം, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കുടുക്കിനകത്ത് കിടക്കുമ്പോൾ ഈ പക്ഷി വിചാരിക്കും, അയ്യോ ഇവിടം കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് അവസാനിച്ചു. പക്ഷേ ആ കുടുക്കിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം വഴുതിപ്പോകുന്നത് പോലെ, അല്ലേ? 91 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നത് പോലെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ സകല പരീക്ഷണങ്ങളിൽ നിന്നും അവന്റെ പോരാട്ടങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ദൈവം, കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവം. ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോയാലും അതിനകത്ത് ദൈവത്തിന്റെ ഭാഗത്തൊരു സൊല്യൂഷനുണ്ട്, ദൈവത്തിന്റെ ഭാഗത്ത് ഒരു മറുപടിയുണ്ട്, ദൈവത്തിന് അതിനൊരു പരിഹാര മാർഗമുണ്ട്. അത് നാം മനസ്സിലാക്കി അതിലൂടെ നാം രക്ഷപ്പെടുന്നത് വരെ, അതിലൂടെ നാം പുറത്തു വരുന്നത് വരെ നാം ശക്തമായി പിടിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27 അധ്യായത്തിൽ പൗലോസിന്റെ റോമിലേക്കുള്ള യാത്ര, കപ്പൽ ഛേദമുണ്ടായി, എല്ലാവരും മരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയായ ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്, വന്നു പറയുക, പൗലോസെ, കപ്പലുള്ള ആർക്കും ഒന്നും വരില്ല, നിനക്കും കപ്പലുള്ളവർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, നിങ്ങളുടെ പ്രാണന് ഹാനി വരില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞതുപോലെ സംഭവിച്ചു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ ആ കപ്പലൊക്കെ തകർന്നു. പക്ഷെ അവരെല്ലാവരും രക്ഷപ്പെടുവാനിടയായി. ദൈവത്തിന്റെ മുമ്പിൽ രക്ഷിക്കാനുള്ള പദ്ധതികളുണ്ട്. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിന് അകത്താക്കിയിരിക്കുകയാണ്. ശത്രു പറയുന്നത്, അല്ലേ, യാക്കോബിനെ വാള് കൊണ്ടുവന്നു, പത്രോസിനെയും കൊല്ലും. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് മുമ്പിൽ പോക്കുവഴിയുണ്ട്, ദൈവത്തിന് മുമ്പിൽ പരിഹാരമുണ്ട്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ, ആരാധിക്കാൻ, ദൈവസ്ഥലിൽ അഭയാചന കഴിക്കാൻ ആളുണ്ടെങ്കിൽ, സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താ സംഭവിക്കുന്നത്? ദൈവം തന്റെ ദൂതനെ ആ കാരാഗ്രഹത്തിനകത്ത് അയക്കുകയാണ്, തന്റെ ദാസനെ കാരാഗ്രഹത്തിന്റെ പുറത്തു കൊണ്ടുവരികയാണ്, അല്ലെ, വലിയ വാതിലുകളൊക്കെ തുറക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ നേരിടുന്ന ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിന്റെ പരിഹാരം ഒരുപക്ഷെ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരിക്കില്ല, വ്യക്തികളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല, അതിനുള്ള പോക്കുവഴി ആളുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. നീ ആരെയും പ്രതീക്ഷിക്കണ്ട, ആരെയും നോക്കണ്ട, നിനക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് മുമ്പിൽ എല്ലാ കാര്യത്തിനും നീക്കുപോക്കുണ്ട്, എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അല്ലെ, തന്റെ ശിഷ്യന്മാരെ പടകുകയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ പറഞ്ഞു വിട്ട കർത്താവ്, വലിയ തിരമാലയുണ്ടായി, കടൽ ക്ഷോഭിച്ചു,
രാത്രിയിലെ 4 യാമം വരെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു, മരണഭീതിയിലായിരുന്നു. പക്ഷേ രാത്രിയിലെ 4 യാമത്തിൽ കടലിന് മീതെ നടന്ന് എൻ്റെ കർത്താവ് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ്, സ്വസ്ഥത വരികയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം പോക്കുവഴി ഉണ്ടാക്കുന്നവനാണ്. ദൈവം പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നവനാണ്. പ്രശ്നം അനുവദിച്ചെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ പ്രശ്നങ്ങളുടെ നടുവിൽ നീ പിടിച്ചു നിന്ന് ശക്തി പ്രാപിച്ച് ശത്രുവിന് മുമ്പാകെ നീ ഒരു ദൈവ പൈതലാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ വിശ്വാസം തെളിയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ തെളിയിച്ചാൽ ദൈവം നിനക്കൊരു പോക്കുവഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. വചനം ഇന്ന് മനസ്സിലാക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പരീക്ഷയുണ്ട് കേട്ടോ, പ്രശ്നങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. പക്ഷേ ദൈവം പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. അങ്ങനെ വിടുന്ന ദൈവമല്ല, അങ്ങനെ തകർക്കുന്ന ദൈവമല്ല, അങ്ങനെ ഉടച്ചു കളയുന്ന ദൈവമല്ല, തകരട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമല്ല. ഈ ദൈവം സകല പ്രശ്നങ്ങൾക്കും സകല പ്രതികൂലത്തിനും പരിഹാരം ദൈവത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ഈ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നത്തിന് നടുവിൽ നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ജാഗരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞതുപോലെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നത് പോലെ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ മഹാപുരോഹിതൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതിനുമേൽ ജയം നേടിയെടുക്കുവാൻ പറ്റും. കാരണം ഈ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിച്ചത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നമുക്കുണ്ടായിട്ടില്ല, ദൈവം അനുവദിക്കത്തില്ല. എല്ലാവർക്കും പരീക്ഷയുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവബലിനോടുള്ള ബന്ധത്തിൽ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തത നമ്മളെ താങ്ങുന്നതാണ്. അവിടുത്തെ വിശ്വസ്തത നമ്മെ രക്ഷിക്കുന്നതാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നു. മൂന്നാമതായി നാം ചിന്തിച്ചത്, എത്ര വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നെന്ന് തോന്നിയാലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം അതിനെല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു പരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വരില്ല. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും ദൈവം അതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് കടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതിനപ്പുറത്തേക്ക് അത് കടക്കാൻ തുടങ്ങിയാൽ വചനം പറയുന്നു, പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവം. നീ അങ്ങനെ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, അതിന് ദൈവത്തിന്റെ പക്കൽ ഒരു പരിഹാരമുണ്ട്. ദൈവം അതിനകത്തൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ദൈവം അതിനൊരു മറുപടി കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകനുമായിട്ട് സ്തോത്രം പർവ്വതത്തിന് മുകളിലേക്ക് യാഗം നടത്തുവാനായി കയറിപ്പോകുന്ന അബ്രഹാമിന് അറിയില്ല അവിടെ ദൈവത്തിന്റെ ഒരു കരുതലുണ്ടെന്ന്. സമയമായപ്പോഴാണ് ആ കരുതൽ വെളിപ്പെട്ടത്. സകല പ്രശ്നങ്ങൾക്കും ദൈവത്തിന്റെ കയ്യിൽ ഒരു മറുപടി ഉണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിന് മുമ്പിൽ ഒരു പരിഹാരമുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. പിതാവേ, അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ഞങ്ങൾക്ക് വന്നിട്ടില്ല. കർത്താവേ, ഞങ്ങളെക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലൂടെ അനേകർ പോയിട്ടുണ്ട്, പ്രശ്നങ്ങളിലൂടെ അനേകർ പോയിട്ടുണ്ട്. എങ്കിലും ഞങ്ങളോട് ഇന്ന് സംസാരിച്ചല്ലോ. ഞങ്ങൾക്കൊരു വിശ്വസ്തനായ ദൈവമുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. പക്ഷേ അങ്ങ് വിശ്വസ്തനായി പാർക്കുന്നു. അവിടുത്തെ വിശ്വസ്തത തലമുറയോളം ഉള്ളതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങ് കഷ്ടതകൾക്ക്, പരീക്ഷകൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. അങ്ങ് അനുവദിക്കുന്നതിൽ കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും വരുവാൻ അങ്ങ് അനുവദിക്കുന്ന ദൈവമല്ല. കർത്താവെ, അവസാനമായിട്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടു. അങ്ങ് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങയുടെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട സകലരെയും
കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വചനം അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ ദൈവാത്മാവ് കൃപ നൽകണമേ. ഇന്ന് അവർ കടന്നു പോകുന്ന കഷ്ടങ്ങളെല്ലാം, ആമേൻ, പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, ഇതിനെല്ലാം പരിധി നിശ്ചയിച്ചുകൊണ്ട്, ഇതിന് നടുവിലൊക്കെ പ്രവർത്തിക്കുവാൻ കരുത്തനായ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ നിൽപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. അങ്ങയുടെ അനുഗ്രഹം പകരണം. യേശുക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു, നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ.